Hi all, we were discussing the chapter Claiming an Education by Adriana Rich. Actually, it is a speech delivered on convocation ceremony there in Douglas College. It's part of third module. It's from third module of the text Zeitgeist. And we have discussed seven paragraphs so far. Here we are moving on with the eighth paragraph. We will discuss the eighth paragraph in detail. She is speaking of the responsibility of women students there in Douglas College. She says that responsibility to yourself means that you don't fall for shallow and easy solutions, pre-digested books and ideas. Weekend encounters guaranteed to change your life. Taking gut courses instead of ones you know will challenge you. Bluffing at school and life instead of doing solid works. Marrying early as an escape from real decision. Getting pregnant as an evasion of already existing problems. See, she is speaking that responsibility to yourself. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്തം എന്നതുകൊണ്ട് അവരർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരർത്ഥമാക്കുന്നത് ദാറ്റ് യു ഡോണ്ട് ഫാൾ ഫോർ ഷാലോ ആൻഡ് ഈസി സൊല്യൂഷൻസ്. അധികം ഡീപ്പല്ലാത്ത, ഹാർഡ് വർക്കിംഗ് അല്ലാത്ത, അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് അല്ലാത്ത ഈസി സൊല്യൂഷനിന് ഇരയായി അതിലേക്ക് പോയി ചെന്ന് ചാടരുത്. ഉദാഹരണത്തിന് പ്രീ ഡൈജസ്റ്റഡ് ബുക്സ് ആൻഡ് ഐഡിയാസ്. ഓൾറെഡി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഐഡിയാസ് ആർ ദ ഈസി സൊല്യൂഷൻ, ഷാലോ ആൻഡ് ഈസി സൊല്യൂഷൻ. ആൻഡ് വീക്കെൻഡ് എൻകൗണ്ടേഴ്സ് ഗ്യാരണ്ടി ടു ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് ഗ്യാരണ്ടി നൽകിയിട്ടുള്ള വീക്കെൻഡ് എൻകൗണ്ടേഴ്സ്. ആൻഡ് ടേക്കിംഗ് ഗട്ട് കോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് വൺ യു നോ വിൽ ചാലഞ്ച് യു. നിങ്ങൾക്ക് ചാലഞ്ചിങ് ആണ് എന്ന് നിങ്ങൾക്കറിയുന്ന കോഴ്സുകൾക്ക് പകരം ഈസി ആയിട്ടുള്ള ഗെറ്റ് കോഴ്സസ് അത് ചെയ്യുക. ബ്ലഫിംഗ് അറ്റ് സ്കൂൾ ആൻഡ് ലൈഫ്, ഡിസീവിങ് അതേഴ്സ് അറ്റ് സ്കൂൾ ആൻഡ് ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സോളിഡ് വർക്ക്. സോളിഡ് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുക, ജീവിതത്തിലും സ്കൂളിലും ഒക്കെ. മാരിയിങ് ഏർലി ആസ് ആൻ എസ്കേപ്പ് ഫ്രം റിയൽ ഡിസിഷൻ. റിയൽ ഡിസിഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് പോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയാവുക. ഗെറ്റിംഗ് പ്രഗ്നന്റ് ആസ് ആൻ ഇവേഷൻ ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലം. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്നതുപോലെ ഗർഭിണിയായി മാറുക. ഇതുപോലെയൊക്കെയുള്ള വളരെ ഈസി ആയിട്ടുള്ള ഷാലോ സൊല്യൂഷനിൽ ചെന്ന് ചാടരുത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് ആര് പറയുന്നത്? അഡ്രിയാന റിച്ച് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് യു റെഫ്യൂസ് ടു സെൽ യുവർ ടാലൻസ് ആൻഡ് ആസ്പിറേഷൻസ് ഷോർട്ട് സിംപ്ലി ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഫ്രണ്ടേഷൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് ഷോർട്ടാക്കിയിട്ട് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കോൺഫ്ലിക്റ്റും കോൺഫ്രണ്ടേഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഇതൊന്നും നേരിടുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കഴിവുകളൊക്കെ വിൽക്കുക. ഷോർട്ടായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതങ്ങ് ഉപേക്ഷിക്കുക, മറ്റുള്ളവർക്ക് വിൽക്കുക. And this in turn means resisting the forces in society which say that women should be nice, play safe, have low professional expectation, drown in love and forget about work, live through others and stay in the places assigned to us. It means that അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ആസ്പിറേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്കില്ലും ഒക്കെ എന്താക്കരുത്, പെട്ടെന്ന് വളരെ വിൽക്കാതിരിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദിസ് ഇൻ ടേൺ മീൻസ് റെസിസ്റ്റിംഗ് ദ ഫോഴ്സസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ചില ശക്തികളുണ്ട്, അതിനെ നേരിട്ട് നിൽക്കണം. അതിനെ റെസിസ്റ്റ് ചെയ്യണം. വിച്ച് സേ, ആ ശക്തികൾ എന്താണ്? വിച്ച് സേ ദാറ്റ് വിമൻ ഷുഡ് ബി നൈസ്. സ്ത്രീകൾ നല്ല അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കണമെന്നോ മറ്റു പറയില്ലേ, അതുപോലെ നൈസ് ആയിരിക്കണം. പ്ലേ സേഫ്, അവർ സേഫ് ആയിട്ടുള്ള കളികളെ കളിക്കാൻ പറ്റൂ. അതായത് എന്ത് ചെയ്താലും സ്ത്രീയെ തന്നെയാണ് ബാധിക്കുക, അതുകൊണ്ട് തന്നെ അവർ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നൊക്കെ പറയുന്ന ചില സൊസൈറ്റിയിൽ നിന്നുള്ള കമന്റ്സ് ഉണ്ട്. അതിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണം. ഹാഫ് ലോ പ്രൊഫഷണൽ എക്സ്പെക്ടേഷൻ, നിങ്ങൾക്ക് സ്ത്രീ സമൂഹത്തിന് ലോ പ്രൊഫഷണൽ എക്സ്പെക്ടേഷനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയും. അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഡ്രൗൺ ഇൻ ലവ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് വർക്ക്,
സ്നേഹിക്കണം, അതുപോലെ തന്നെ വർക്കിനെ മറക്കണം എന്നൊക്കെ പറയും. ലിവ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ ജീവിക്കണം എന്ന് പറയും. ആൻഡ് സ്റ്റേ ഇൻ ദ പ്ലേസസ് അസൈൻഡ് ടു അസ്, നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ട സ്ഥലത്ത് നിൽക്കണം, പുറത്തേക്കൊന്നും പോകരുത്. വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങളോട് അവിടെ ആ ഒരു അതിർവരമ്പ് നിൽക്കരുത് എന്ന്, അതുപോലത്തെ സാമൂഹിക ശക്തിയോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് ഇതുകൊണ്ട് അവർ മറ്റൊരു തരത്തിൽ അർത്ഥമാക്കുന്നത്. It means that we insist on a life of meaningful work. Insist that work be as meaningful as love and friendship in our lives. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അർത്ഥവത്തായ ജോലിയുടെ ഒരു ജീവിതം ജീവിക്കണം. We insist on a life of meaningful work. ഒരു ജീവിക്കണം, ഒരു അർത്ഥവത്തായ വർക്കിന്റെ ജീവിതം ജീവിക്കണം. Insist that work be as meaningful as love and friendship in our lives. നമ്മുടെ ജീവിതത്തിൽ സൗഹൃദവും സ്നേഹവും എത്രത്തോളം അർത്ഥവത്താണോ അതുപോലെയുള്ള ഒരു ജോലി ചെയ്തുകൊണ്ട് എന്താക്കണം, അതുപോലെയുള്ള വർക്കിനെ ഇൻസിസ്റ്റ് ചെയ്യണം. ഇറ്റ് മീൻസ് therefore the courage to be different. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വ്യത്യസ്തമായിരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. Not to be continuously available to others when we need time for ourselves and our work. നമുക്ക് നമ്മുടെ ജോലിക്ക് സമയം ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കരുത്. നോട്ട് ടു ബി കണ്ടിന്യൂസ്ലി അവൈലബിൾ, സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അത്തരത്തിലായിരിക്കരുത്. ടു അതേഴ്സ് വെൻ വി നീഡ് ടൈം ഫോർ അവർ സെൽഫ്സ് ആൻഡ് അവർ വർക്ക്, നമുക്കും നമ്മുടെ ജോലിക്കും സമയം ആവശ്യമുള്ള സമയത്ത് നോട്ട് ടു ബി കണ്ടിന്യൂസ്ലി അവൈലബിൾ ടു അതേഴ്സ്. To be able to demand of others, parents, friends, roommates, teachers, lovers, husbands, children, that they respect our sense of purpose and our integrity as person. മറ്റുള്ളവരിൽ നിന്ന് നാം അവകാശപ്പെടണം. To be able to demand of others. മറ്റുള്ളവർ മീൻസ് പാരൻസ്, ഫ്രണ്ട്സ്, റൂംമേറ്റ്സ്, ടീച്ചേഴ്സ്, ലവേഴ്സ്, ഹസ്ബൻഡ്സ്, ചിൽഡ്രൻ. അവരിൽ നിന്നും നാം ആവശ്യപ്പെടാൻ മാത്രം കഴിയണം. That they respect our sense of purpose. നമ്മുടെ ലക്ഷ്യബോധം അവര് ബഹുമാനിക്കുന്നുണ്ട്, അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ അവരിൽ നിന്ന് അവകാശപ്പെടണം. അവർ ഇൻറ്റഗ്രിറ്റി ആസ് പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിത്വത്തെ, നമ്മുടെ വ്യക്തിത്വത്തെയും അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയും മറ്റും അവർ റെസ്പെക്ട് ചെയ്യുന്നതിന് നമ്മൾ ആവശ്യപ്പെടണം. വിമൻ എവരിവെയർ ആർ ഫൈൻഡിങ് ദ കറേജ് ടു ഡു ദിസ്. സ്ത്രീകൾ എല്ലായിടത്തും ഇത് ചെയ്യാനുള്ള ഒരു വിശ്വാസം, ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ധൈര്യം കണ്ടെത്തണം. Women everywhere are finding courage to do this. More and more they are finding this, and we as person, നമ്മളും വ്യക്തികളെ പോലെ എന്താക്കണം, we are finding that courage both in our study. We are finding that courage both in our study of women in past who possessed it, and each other we look into other women for comradeship, community and challenge, and we are finding that courage. സ്ത്രീകൾ ഇന്ന് എല്ലായിടത്തും ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ പഠനത്തിലും, എന്തിനെക്കുറിച്ചുള്ള പഠനത്തിൽ, വിമൻ ഇൻ ദ പാസ്റ്റ് ഹൂ പൊസസ്ഡ് ഇറ്റ്, ഗതകാലത്ത് ഈ ഒരു ധൈര്യം ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിലും ഈ ഒരു കറേജ് നമ്മൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ ഈച്ച് അതർ ആസ് വി ലുക്ക് ടു അതർ വുമൻ ഫോർ കോംറേഡ്ഷിപ്പ്, ഒരു സഖാവായിട്ട് സൗഹൃദത്തിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് നോക്കുന്ന സമയത്ത് പരസ്പരം ഇത് കാണണം. കമ്മ്യൂണിറ്റി, സമൂഹത്തിന് വേണ്ടിയിട്ടും, ആൻഡ് ചാലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ടും മറ്റുള്ളവരിലേക്ക് നാം നോക്കുന്ന സമയത്തും ഈ ഒരു കറേജ് നമുക്ക് ഉണ്ടായിരിക്കണം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലൈഫ് ലിവ്ഡ് ആക്റ്റീവ്ലി ആൻഡ് ലൈഫ് ഓഫ് പാസീവ് ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഡിസ്പേഴ്സൽ ഓഫ് എനർജീസ് ഈസ് ആൻ ഇമ്മൻസ് ഡിഫറൻസ്. ഒരു ആക്റ്റീവായിട്ട് ജീവിക്കുക, അതുപോലെ തന്നെ പാസീവായിട്ട് ഒഴുകി, അതുപോലെ തന്നെ ശക്തിയൊക്കെ ഇങ്ങനെ, നമ്മുടെ എനർജിയൊക്കെ ഇങ്ങനെ പാസീവായിട്ട് ഇങ്ങനെ ചെലവഴിക്കുന്നതും ആക്റ്റീവായിട്ട് ജീവിച്ച് തീർക്കുന്നതും തമ്മിൽ ഒരു ബൃഹത്തായ വ്യത്യാസം തന്നെയുണ്ട്. ദർ ഈസ് ആൻ ഇമ്മൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈഫ് ഓഫ് പാസീവ് ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഡിസ്പേഴ്സൽ ഓഫ് എനർജീസ് ആൻഡ് ലൈഫ് ലിവ്ഡ് ആക്റ്റീവ്ലി. Once we begin to feel committed to our lives, responsible to ourselves, we can never again be satisfied with the old passive way. നാം നമ്മോട് തന്നെ കമ്മിറ്റഡ് ആണ് എന്ന് നമ്മൾ
ഫീൽ ചെയ്ത് തുടങ്ങുന്നതോടുകൂടെ, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടു അവർ സെൽഫ്, നാം നമ്മോട് തന്നെ ഉത്തരവാദിത്തമുള്ളവരും കമ്മിറ്റഡ് ആണ് എന്നും ഫീൽ ചെയ്ത് തുടങ്ങുന്നതോടുകൂടി വി ക്യാൻ നെവർ അഗെയിൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഓൾഡ് പാസീവ് വേ. ഗതകാല നിഷ്ക്രിയമായ രീതിയുമായിട്ട് പിന്നെ ഒരിക്കലും നമ്മൾ എന്താകില്ല, സംതൃപ്തരാവുകയില്ല. ഓക്കെ. Then the 9th paragraph. Now comes the second part of the contract. See, the beginning of the speech, she had made it clear that she had planned to separate her remarks into two parts: some thoughts about the student community and some thoughts about women teachers there. And hitherto she had been concentrating on the student community, and now she says that comes the second part of the contract. അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ കമന്റ്സ് രണ്ടായി തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഈ വിദ്യാർത്ഥിനി സമൂഹത്തെക്കുറിച്ചുള്ളത്, മറ്റൊന്ന് അധ്യാപിക സമൂഹത്തെക്കുറിച്ചുള്ളതുമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തോട് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം അവർ പറയാണ്, നൗ കംസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്. ഇനി ഈ കോൺട്രാക്റ്റിന്റെ രണ്ടാം ഭാഗമാണ് വരുന്നത്. I believe that in a women's college you have the right to expect your faculty to take you seriously. I believe that. She has a belief. Adriana Rich shares that അവർക്ക് ഒരു വിശ്വാസമുണ്ട്. അതായത് ഒരു സ്ത്രീ കലാലയം അല്ലെങ്കിൽ വിമൻസ് കോളേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയിൽ നിന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് അവർ സ്വീകരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. The education of women has been a matter of debate for centuries, and all the negative attitudes about women's role, women's ability to think and take leadership are still rife both in and outside the university. സ്ത്രീ വിദ്യാഭ്യാസം, ദ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ഹാസ് ബീൻ എ മാറ്റർ ഓഫ് ഡിബേറ്റ് ഫോർ സെഞ്ചുറീസ്. സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായിരുന്നു നൂറ്റാണ്ടുകളോളമായിട്ട്, ഫോർ സെഞ്ചുറീസ്. ആൻഡ് ഓൾ ദി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അബൌട്ട് വിമൻസ് റോൾ, അതുപോലെ തന്നെ പഴയ സ്ത്രീ പങ്കിനെ കുറിച്ചുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, സ്ത്രീകളുടെ പങ്ക് സമൂഹ നിർമ്മിതിയിൽ സ്ത്രീ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ളൊക്കെ നെഗറ്റീവായിട്ടുള്ള സമീപനം. അതുപോലെ തന്നെ വിമൻസ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ടേക്ക് ലീഡർഷിപ്പ്, ഏതിനെക്കുറിച്ചൊക്കെ സ്ത്രീകളുടെ കഴിവ്, എന്തിനുള്ള കഴിവ്, ടു തിങ്ക് ആൻഡ് ടേക്ക് ലീഡർഷിപ്പ്, ചിന്തിക്കാനും അതുപോലെ തന്നെ നായകത്വം ഏറ്റെടുക്കാനുമുള്ള അവരുടെ കഴിവിനെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആർ സ്റ്റിൽ റൈഫ് ബോത്ത് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിക്ക് അകത്തും പുറത്തും ഇപ്പോഴും അത് ഒരു വലിയൊരു ഡിബേറ്റ് ആണ്. അതുപോലെ തന്നെ ആർ സ്റ്റിൽ റൈഫ്. ഇറ്റ്സ് എ ജസ്റ്റ് ലൈക്ക് വാർ ഇറ്റ് സെൽഫ്, ഒരു വലിയൊരു തർക്കത്തിന്റെ കാരണമാണ്. Many male professors, and I don't mean only at Douglas, still feel that teaching in women's college is a second-rate career. പല പുരുഷ പ്രൊഫസേഴ്സും, മെയിൽ പ്രൊഫസേഴ്സും, ഞാൻ ഡഗ്ലസ് കോളേജിൽ അർത്ഥമാക്കുന്നില്ല, ഡഗ്ലസ് കോളേജിനെ മീൻ ചെയ്യുന്നില്ല, സ്റ്റിൽ ഫീൽ ദാറ്റ് ടീച്ചിങ് ഇൻ എ വിമൻസ് കോളേജ് ഈസ് എ സെക്കൻഡ്-റേറ്റ് കരിയർ. അവർ പലപ്പോഴും ആ ഒരു തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഡഗ്ലസ് കോളേജ് പോലത്തെ ഒരു വിമൻസ് കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് അവരൊരു സെക്കൻഡ് റേറ്റ് കരിയർ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപികമാരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റിയിൽ നിന്ന്, വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ ഫാക്കൽറ്റി, യു ഹാവ് ദ റൈറ്റ് ടു എക്സ്പെക്ട് ടു ടേക്ക് യു സീരിയസ്ലി. നിങ്ങളെ സീരിയസ് ആയിട്ട് അവർ പരിഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. Many tend to eroticize their women students, to treat them as sexual objects instead of demanding the best of their minds. Many teachers tend to eroticize their women students. Eroticize their women students means to treat them as sexual objects. പലപ്പോഴും ലൈംഗികമായിട്ട് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഡിമാൻഡിങ് ദ ബെസ്റ്റ് ഓഫ് ദെയർ മൈൻഡ്സ്, അവരുടെ മൈൻഡിൽ നിന്നും ഏറ്റവും നല്ലത് ഡിമാൻഡ് ചെയ്ത് എടുക്കുന്നതിന് പകരം ദേ ആർ ട്രീറ്റിംഗ് ദെയർ വിമൻ സ്റ്റുഡൻസ് ആസ് സെക്ഷൽ ഒബ്ജക്ട്സ്.
At Yale, a legal suit has been brought against the university by a group of women students demanding a stated policy against the sexual advances towards female students by male professors. Yale യൂണിവേഴ്സിറ്റിയിൽ ഒരു ലീഗൽ സ്യൂട്ട് അലക്സാണ്ടർ വേഴ്സസ് യേൽ ഹാസ് ബീൻ ബ്രോട്ട് അഗെയിൻസ്റ്റ് ദ യൂണിവേഴ്സിറ്റിക്ക് എതിരായിട്ട് ഒരു ലീഗൽ സ്യൂട്ട് ഒരു പറ്റം സ്ത്രീ വിദ്യാർത്ഥികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിമാൻഡിങ് എ സ്റ്റേറ്റഡ് പോളിസി അഗെയിൻസ്റ്റ് സെക്ഷൽ അഡ്വാൻസസ് ടുവേർഡ്സ് ഫീമെയിൽ സ്റ്റുഡൻസ് ബൈ മെയിൽ പ്രൊഫസേഴ്സ്. ഫീമെയിൽ വിദ്യാർത്ഥികളെക്കെതിരെയുള്ള ലൈംഗിക പരാതികൾ, അതിനെതിരെ ലൈംഗികമായിട്ടുള്ള അഡ്വാൻസസിനെതിരായിട്ട് ഒരു സ്റ്റേറ്റഡ് പോളിസി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലീഗൽ സ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് യേലിൽ. Many teachers, both men and women, trained in the male-centered tradition are still handing the ideas and texts of that tradition onto students without teaching them to criticize its anti-women attitudes, its omission of women as part of species. Many teachers, പല അധ്യാപകരും, both men and women, trained in male-centered tradition. They have been trained in male-centered tradition. പുരുഷ കേന്ദ്രീകൃത സംസ്കാരത്തിൽ, പുരുഷ കേന്ദ്രീകൃത ട്രഡീഷനിൽ ട്രെയിൻ ചെയ്യപ്പെട്ട പല അധ്യാപകരും, സ്ത്രീ പുരുഷന്മാരായ അധ്യാപകരടക്കം പലരും ആർ സ്റ്റിൽ ഹാൻഡിങ് ദ ഐഡിയാസ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് ദ ട്രഡീഷൻ. ആ ട്രഡീഷന്റെ ടെക്സ്റ്റും ഐഡിയകളുമാണ് പുതിയ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നത്. വിതൗട്ട് ടീച്ചിങ് ദം ടു ക്രിറ്റിസൈസ് ഇറ്റ്സ് ആന്റി വുമൺ ആറ്റിറ്റ്യൂഡ്സ്. ഈ ട്രഡീഷന്റെ ആന്റി വുമൺ ആറ്റിറ്റ്യൂഡിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കാതെ അതേ ടെക്സ്റ്റാണ് പുതിയ തലമുറകൾക്ക്, ആ ട്രഡീഷന്റെ ടെക്സ്റ്റാണ് പുതിയ തലമുറകൾക്ക് കൈമാറുന്നത്. ദ ഒമിഷൻ ഓഫ് വിമൻ ആസ് പാർട്ട് ഓഫ് ദ സ്പീഷീസ്. ഈ മനുഷ്യവർഗത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെ കണക്കാക്കാത്ത ഒമിഷൻ. ദേ ആർ എക്സ്ക്ലൂഡിങ്, they are avoiding women as part of the species. മനുഷ്യവർഗത്തിന്റെ ഈ ഭാഗമായിട്ട് സ്ത്രീകളെ കണക്കാക്കാത്ത ആ ട്രഡീഷനെ പുതിയ തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു ട്രഡീഷൻ. പല ടീച്ചേഴ്സും അത്തരത്തിലാണ്, ആർ സ്റ്റിൽ ഹാൻഡിങ് ദ ഐഡിയാസ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് ദാറ്റ് ട്രഡീഷൻ. ആ ട്രഡീഷന്റെ ഐഡിയകളും ടെക്സ്റ്റും ആർ സ്റ്റിൽ handing on to the students without teaching them to criticize its anti-woman attitudes, its omission of women as part of species. Too often, all of us fail to teach the most important thing, which is the clear thinking, active discussion, and excellent writing are all necessary for intellectual freedom, and that these require hard work. പലപ്പോഴും, too often, all of us fail to teach. നമ്മൾ ഏറെ പേരും ഈ കാര്യം പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ടീച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദേ ആർ ഫെയിലിയർ ഇൻ ടീച്ചിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? വിച്ച് ഈസ് ദ ക്ലിയർ തിങ്കിങ്. which is that clear thinking, active discussion and excellent writing are all necessary for intellectual freedom. അതായത് വ്യക്തമായ ചിന്തയും അതുപോലെ തന്നെ ആക്റ്റീവ് ഡിസ്കഷനും അതുപോലെ എക്സലന്റ് റൈറ്റിംഗ്, ഇവയെല്ലാം ഭൗതികമായ സ്വാതന്ത്ര്യത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ് the important thing. And these require hard work. ഈ ആക്റ്റീവ് ഡിസ്കഷൻ അതുപോലെ തന്നെ ക്ലിയർ തിങ്കിങ് ആൻഡ് എക്സലന്റ് റൈറ്റിംഗ് they need hard work. ഇതിനൊക്കെ ഹാർഡ് വർക്ക് അത്യാവശ്യവുമാണ് എന്നുള്ള കാര്യം ഈ പഠിപ്പിക്കുന്നതിൽ പലപ്പോഴും too often all of us are failure. നമ്മളെല്ലാവരും പലപ്പോഴും പരാജിതരാണ് എന്ന് ഇവിടെ പറയുന്നു. Sometimes, perhaps in discouragement with a culture which is both anti-intellectual and anti-woman, we may resign ourselves to low expectations for our students before we have given them half a chance to become more thoughtful, expressive human beings. Sometimes, often, perhaps in discouragement with a culture which is both anti-intellectual and anti-women. ആന്റി-ഇന്റലക്ച്വലും ആന്റി-വുമനുമായിട്ടുള്ള ഒരു സംസ്കാരത്തോട് കൂടെയുള്ള ഡിസ്കറേജ്മെന്റിൽ, പെർഹാപ്സ് ഇൻ ഡിസ്കറേജ്മെന്റ് വിത്ത് എ കൾച്ചർ, വി മേ റിസൈൻ അവർസെൽവ്സ് ടു ലോ എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് തന്നെ നാം ഒരു ചെറിയ ലോ എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ എന്താകും,
പിന്തിരിയും ഫോർ അവർ സ്റ്റുഡൻസ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ലോ എക്സ്പെക്ടേഷനിലേക്ക് നാം സ്വയം പിൻവാങ്ങും. ബിഫോർ വി ഹാവ് ഗിവൺ ദം ഹാഫ് എ ചാൻസ് ടു ബിക്കം മോർ തോട്ട്ഫുൾ. അവർക്ക് ഒരു അർദ്ധ അവസരം പോലും നൽകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താക്കും, പതിയെ ഒരു ലോ എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ പിൻവാങ്ങും. മോർ തോട്ട്ഫുൾ ആൻഡ് എക്സ്പ്രസീവ് ഹ്യൂമൻ ബീയിങ്. കൂടുതൽ ചിന്താശേഷിയും എക്സ്പ്രസീവും ഒക്കെ ആയ ഹ്യൂമൻ ബീയിങ്സ് ആക്കി മാറ്റുന്നതിന് ഒരു പകുതി ചാൻസ് നൽകുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പകുതി ചാൻസ് നൽകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ലോ എക്സ്പെക്ടേഷനിലേക്ക് പിൻവാങ്ങും. Sometimes, perhaps in discouragement with a culture which is both anti-intellectual and anti-woman. ആൻറ്റി-ഇൻ്റലക്ച്വലും ആൻറ്റി-വുമനുമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഡിസ്കറേജ്മെൻറ്റ് കാരണമായിരിക്കാം വി മേ റിസൈൻ അവർ സെൽവ്സ്. നമ്മൾ സ്വയം പിൻവാങ്ങും ടു ലോ എക്സ്പെക്ടേഷൻ ഫോർ അവർ സ്റ്റുഡൻസ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ലോ എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ പിൻവാങ്ങും. ബിഫോർ വി ഹാവ് ഗിവൺ ദം, ആ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നതിന് മുമ്പ് ഹാഫ് എ ചാൻസ് ടു ബിക്കം മോർ തോട്ട്ഫുൾ, കൂടുതൽ ചിന്ത ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ എക്സ്പ്രസീവ് ഹ്യൂമൻ ബീയിങ് ആയി മാറാനുള്ള ഒരു അർദ്ധ അവസരം നൽകുന്നതിന് മുമ്പ് തന്നെ നാം എന്താക്കും, ഒരു ലോ എക്സ്പെക്ടേഷനിലേക്ക് നാം പിൻവാങ്ങും. We need to take to heart the words of Elizabeth Barrett Browning, a poet, a thinking woman, and a feminist, who wrote in 1845 of her impatience with studies which cultivate a passive recipiency in the mind, and asserted that women want to be made to think actively. Their apprehension is quicker than that of men, but their defect lies for the most part in the logical faculty and higher mental activities. Note that she implies a defect which can be remedied by intellectual training, not an inborn lack ability. We need to take to heart the words of Elizabeth Barrett Browning. Elizabeth Barrett Browning, a poet, a thinking woman, and a feminist. അവരുടെ വാക്കുകൾ നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. We need to take to the heart the words of Elizabeth Barrett Browning, who wrote in 1845 of her impatience with studies which cultivate passive recipiency. ഒരു പാസീവ് റെസിപ്പിയൻസി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഈ പഠനങ്ങളുമായിട്ടുള്ള അവരുടെ ഈ ഇംപേഷ്യൻസിനെ കുറിച്ച് 1845 in 1845 she wrote. സ്ത്രീകളുടെ മനസ്സിൽ, ഈ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഒരു പാസീവ് റെസിപ്പിയൻസി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഈ പഠന രീതിയോടുള്ള അവരുടെ ആ ഇംപേഷ്യൻസ്, and asserted that, അങ്ങനെ അവർ ഉറപ്പിച്ച് പറയുകയാണ്, women want to be made to think actively. സ്ത്രീകളെയും ആക്റ്റീവായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കുന്ന തരത്തിൽ അവരെ ആക്കി മാറ്റേണ്ടതുണ്ട്. Their apprehension is quicker than that of men. See, the apprehension of women is quicker than that of men. പക്ഷേ, but their defect lies for the most part in logical faculty and in the higher mental activities. പക്ഷേ പലപ്പോഴും ഡിഫക്റ്റ് ഉള്ളത് അവരുടെ ലോജിക്കൽ ഫാക്കൽറ്റിയിലും അതുപോലെ തന്നെ ഹയർ മെന്റൽ ആക്ടിവിറ്റീസിലുമാണ്. അതിന് അവരുടെ ട്രെയിനിങ് അനിവാര്യമാണ്. Not that she implies a defect which can be remedied by intellectual training. അവർ പറയുന്ന ഈ ഡിഫക്റ്റ്, ഈ ഒരു പോരായ്മ ഏതാണ്? That can be remedied, അത് പരിഹരിക്കപ്പെടാൻ കഴിയും by intellectual training. ഒരു ബൗദ്ധികമായ ട്രെയിനിങ്ങിലൂടെ പരിഹരിക്കപ്പെടാൻ കഴിയും. Not an inborn lack ability. അത് ഒരു ജന്മനാ ഉള്ള ഒരു ലാക്ക് എബിലിറ്റി അല്ല, ഒരു കഴിവില്ലായ്മ അല്ല എന്നാണ് ആര് പറയുന്നത്? This Elizabeth Barrett Browning, which can be trained, which can be remedied by intellectual training. ബൗദ്ധികമായിട്ടുള്ള ട്രെയിനിങ്ങിനൂടെ പരിഹരിക്കാൻ കഴിയും. അതിന് എന്താക്കണം? ആ പാസീവ് തിങ്കിങ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പാസീവ് റെസിപ്പിയൻസ്, the women want to be made to think actively to bring their intellectual and higher mental activities, see, to inculcate in them, see, the logical faculty and the higher mental activities. I have said that the contract on the student's part involves that you demand to be taken seriously so that you can also go on taking yourself seriously. At last, she says,
Adriana Rich says that I have said that the contract on the student's part involves that you demand to be taken seriously so that you can go on taking yourself seriously. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റുഡൻസ് പാർട്ടിന്റെ കോൺട്രാക്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇൻവോൾവ്സ് ദാറ്റ് യു ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി. നിങ്ങൾ സീരിയസ് ആയിട്ട് പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. യു ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി സോ ദാറ്റ് യു ക്യാൻ ഗോ ഓൺ ടേക്കിംഗ് യുവർ സെൽഫ് സീരിയസ്ലി. അങ്ങനെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളും എന്ത് ചെയ്യും? യു ക്യാൻ ഓൾസോ ഗോ ഓൺ ടേക്കിംഗ് യുവർ സെൽഫ് സീരിയസ്ലി. This means seeking out criticism, recognizing that the most affirming thing anyone can do for you is demand that you push yourself further, show you the range of what you can do. This means by this taking yourself seriously or demanding to be taken seriously is that seeking out criticism, നിരൂപണം ആവശ്യപ്പെടുക, നമ്മൾ being criticized, recognizing that the most affirming thing anyone can do for you is demand that you push yourself further. recognizing, അതുപോലെ തന്നെ മനസ്സിലാക്കുക, ഏറ്റവും അഫർമിംഗ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഉറപ്പിക്കുന്ന കാര്യം anyone can do for you is, ആർക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉറപ്പുള്ള കാര്യം is demand that you push yourself further. നിങ്ങൾ സ്വയം മുന്നോട്ട് തള്ളപ്പെടുന്നുണ്ട് എന്ന് ഡിമാൻഡ് ചെയ്യല. ഷോ യു ദ റേഞ്ച് ഓഫ് വാട്ട് യു ക്യാൻ ഡു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ആ റേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതുമാണ്. ഇറ്റ് മീൻസ് റിജക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ഈസി. വി ബി സീരിയസ്. വൈ ബി സീരിയസ്? വൈ വറി? യു വിൽ പ്രോബബ്ലി ഗെറ്റ് മാരീഡ് എനിവേ. അതുപോലെ തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ റിജക്റ്റ് ചെയ്യലാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ റേഞ്ച് നിങ്ങൾക്ക് അധ്യാപക സമൂഹം കാണിച്ചു തരിക, അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് നിങ്ങളെ പുഷ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യപ്പെടുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ റിജക്റ്റ് ചെയ്യലാണ്. ഏത് ആറ്റിറ്റ്യൂഡ്? ടേക്ക് ഇറ്റ് ഈസി ആറ്റിറ്റ്യൂഡ്. വൈ ബി സീരിയസ് ആറ്റിറ്റ്യൂഡ്. എന്തിനത്ര സീരിയസ് ആവുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിനെ റിജക്റ്റ് ചെയ്യാം. വൈ വറി? യു വിൽ പ്രോബബ്ലി ഗെറ്റ് മാരീഡ്. എന്തിന് ഭയപ്പെടണം? എന്തായാലും നീ എന്താക്കും? വിവാഹിതയായി അയക്കപ്പെടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ റിജക്റ്റ് ചെയ്യാം. Okay, it means assuming your share of responsibility for what happens in the classroom because that affects the quality of your daily life here. It means assuming your share of responsibility for what happens in the classroom. ക്ലാസ്റൂമിൽ സംഭവിക്കുന്നതിന് നിങ്ങളുടെ ഷെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലാസ് റൂമിൽ സംഭവിക്കുന്നതിന് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഷെയർ ഉണ്ടാവില്ലേ, ആ ഷെയറിനെ നിങ്ങൾ ഏറ്റെടുക്കുക. because it affects the quality of your daily life here. ആ നിങ്ങൾ ആക്റ്റീവായിട്ട് ആ ഷെയർ ഏറ്റെടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ ഇവിടെയുള്ള ലൈഫിന്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദ സ്റ്റുഡൻസ് സീസ് ഹെർസെൽഫ് എൻഗേജ്ഡ് വിത്ത് ഹെർ ടീച്ചേഴ്സ് ഇൻ ആക്റ്റീവ് ഓൺഗോയിങ് സ്ട്രഗിൾ ഫോർ റിയൽ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുകൂടെയാണ്. അതായത് വിദ്യാർത്ഥി, ദ സ്റ്റുഡൻറ് സീസ് ഹെർസെൽഫ് എൻഗേജ്ഡ് വിത്ത് ഹെർ ടീച്ചേഴ്സ് ഇൻ ആക്റ്റീവ്. വിദ്യാർത്ഥികൾ ടീച്ചേഴ്സിനോടൊപ്പം ആക്റ്റീവായിട്ട് റിയൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സ്ട്രഗിളിൽ അവർ ആക്റ്റീവായിട്ട് വ്യാപൃതരാകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. But for her to do this, her teachers must be committed to the belief that women minds and experience are intrinsically valuable and indispensable to any civilization worthy the name. അതുകൊണ്ട് തന്നെ but for her to do this, അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഹെഡ് ടീച്ചേഴ്സ് മസ്റ്റ് ബി കമ്മിറ്റഡ്. അവർ ആക്റ്റീവായിട്ട് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സ് ഓൾസോ മസ്റ്റ് ബി കമ്മിറ്റഡ് ടു ദ ബിലീഫ്. ടീച്ചേഴ്സും ഈ ഒരു വിശ്വാസത്തോട് കമ്മിറ്റഡ് ആയിരിക്കണം ദാറ്റ് വിമൻസ് മൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ആർ ഇൻട്രിൻസിക്കലി വാല്യുബിൾ. സ്ത്രീകളുടെ മനസ്സും അതുപോലെ തന്നെ അനുഭവവും ആർ ഇൻട്രിൻസിക്കലി വാല്യുബിൾ. അത് ഇൻട്രിൻസിക്കലി തന്നെ വാല്യുബിളുമാണ്, അതുപോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന ഇൻഡിസ്പെൻസിബിൾ ടു എനി സിവിലൈസേഷൻ വിത്ത് ദ നെയിം. ഒരു പറയപ്പെടാവുന്ന ഒരു നാഗരികതയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് വിമൻസ് എക്സ്പീരിയൻസ്.
must be committed to the belief that women's mind and experience, സ്ത്രീകളുടെ മനസ്സും അനുഭവവും are intrinsically valuable. അത് വാല്യുബിൾ ആണ്, അതുപോലെ തന്നെ ഏതൊരു നാഗരികതക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമാണ്, മാറ്റി നിർത്താൻ കഴിയാത്തതുമാണ് എന്ന് അവർ മനസ്സിലാക്കണം, അധ്യാപക സമൂഹം മനസ്സിലാക്കണം. That there is no more exhilarating and intellectually fertile place in the academic world today than a women's school. അതുകൊണ്ട് തന്നെ കൂടുതൽ ത്വരിതവും അതുപോലെ തന്നെ ഭൗതികമായിട്ട് സമ്പുഷ്ടമായ ഒരു സ്ഥലവും അക്കാദമിക് വേൾഡിലില്ല ഒരു വിമൻസ് കോളേജിനേക്കാൾ കൂടുതൽ ത്വരിതവും ഇന്റലക്ച്വലി ഫെർട്ടൈൽ പ്ലേസ്, ആക്സിലറേറ്റിംഗ് ആൻഡ് ഇന്റലക്ച്വലി fertile place cannot be seen in the academic today than in a women's college. If both students and teachers in large enough numbers are trying to fulfill this contract, when there is no more exhilarating and intellectually fertile place in the academic world than women's college, that if both students and teachers in large enough numbers are trying to fulfill this contract, ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി, അവർ തമ്മിലുള്ള ആ കോൺട്രാക്ട്, ഇന്റലക്ച്വൽ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ വിമൻസ് കോളേജിനേക്കാൾ ഇന്റലക്ച്വലി ഫെർട്ടൈൽ ആയിട്ടും എക്സിലറേറ്റിംഗ് ആയിട്ടും ഒരു സ്ഥലവും ലോകത്ത് തന്നെ ഉണ്ടാവുകയില്ല. The contract is really a pledge of mutual seriousness about the women, about language, ideas, method and values. This contract is really a pledge of mutual seriousness. ഒരു മ്യൂച്വൽ സീരിയസ്നെസ്സിനുള്ള ഒരു pledge ആണ് about women, about language, ideas, method and values. ഇവയിലേക്കുറിച്ചൊക്കെയുള്ള ഒരു pledge ആണ്. It is our shared commitment toward a world in which the inborn potentialities of so many women's minds will no longer be raveled away, paralyzed or denied. It is our shared commitment. Shared commitment between women and students and teachers community toward a world, ഒരു ലോകത്തിന് വേണ്ടിയുള്ള ഒരു shared commitment. Which world? In which the inborn potentialities of so many women's minds will no longer be wasted. ഒരു നൈസർഗികമായിട്ടുള്ള കഴിവുകൾ, ഒരുപാട് സ്ത്രീ മനസ്സിലുള്ള നൈസർഗികമായ കഴിവുകൾ വേസ്റ്റ് ആക്കപ്പെടാത്ത, അതുപോലെ തന്നെ വെറുതെ റാവൽഡ് എവേ, വെറുതെ വേസ്റ്റ് ആക്കപ്പെടാത്ത അല്ലെങ്കിൽ ഉല്ലസിച്ച് തീർക്കാത്ത, pulled away and paralyzed or denied, അങ്ങനെ വേസ്റ്റ് ആക്കപ്പെടാത്ത അല്ലെങ്കിൽ അവസരം നൽകപ്പെടാത്ത അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ട് മാറ്റി നിർത്തപ്പെടാത്ത ഒരു പുതിയ ലോകം. Towards a world. It is our shared commitment toward a world. ഒരു ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഷെയർഡ് കമ്മിറ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ, താങ്ക് യു.